കർണാടക ബലഗാവി കുന്ദനഗരിയിൽ 15-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. പെൺകുട്ടിയുടെ സുഹൃത്തും കൂട്ടുകാരും ചേർന്നാണ് പീഡിപ്പിച്ചത്. സംഭവത്തിൽ 5 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. ഇതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരെന്നുള്ള വിവരവും വരുന്നുണ്ട്. കെ ബി ശ്രീധരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, എന്താണ് വിശദാംശങ്ങൾ? അനശ്വര, ബലഗാവിയിലെ കുന്ദനഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്രൂരമായ അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം നടക്കുന്നത്. 15 വയസ്സ്, കേവലം 15 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയെയാണ് കൂട്ടബലാത്സംഗത്തിന് ഒരു കൂട്ടം ആളുകൾ വിധേയയാക്കിയത്. അതായത് പെൺകുട്ടിയുടെ സുഹൃത്ത് ഒരിക്കൽ ഈ കുട്ടിയെ മലമുകളിലേക്ക്, ഒരു കുന്നിൻ മുകളിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ വെച്ച് സുഹൃത്തുക്കളും ചേർന്ന്, 6 അംഗ സംഘമായിരുന്നു, സുഹൃത്തുക്കളും ചേർന്ന് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്യുന്നു. അത് മാത്രമല്ല, അവർ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നു. ഇത് വെച്ച് പെൺകുട്ടിയെ പല തവണ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് വീണ്ടും കുട്ടിയെ പലതവണ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കി. ഗത്യന്തരമില്ലാതെയാണ് കുട്ടി മാതാപിതാക്കളോട് വിവരം പറയുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഇപ്പോൾ അതിൽ 6 പേരിൽ 5 പേരെയും പിടിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാന പ്രതി ഇപ്പോഴും ഒളിവിലാണ്. ഏതായാലും കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് വിശദീകരിക്കാമെന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്ന ഒരു കാര്യം. നിലവിലേതായാലും ഈ 5 പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. ഇതിൽ പ്രധാന പ്രതി, അതായത് പെൺകുട്ടിയുടെ സുഹൃത്ത് എന്ന് പറയുന്ന അയാളെ ഇതുവരെ പിടികൂടാൻ ആയിട്ടില്ല. ഏതായാലും ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ ഇവർ മറ്റു വല്ലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, 2 പേർ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഈ പ്രതിപട്ടികയിലുള്ള 2 പേർ എന്നുള്ളതും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഈ പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. പ്രധാന പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ശ്രീധരൻ, 15 വയസ്സുള്ള കുട്ടിയാണ്, 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. നടുക്കുന്നൊരു വാർത്ത തന്നെയാണ്. നമുക്കറിയാം, ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ദക്ഷിണേന്ത്യയെ ഞെട്ടിച്ച പീഡന പരമ്പരയിലെ ഒരു വിധിയെക്കുറിച്ചും അതിൽ അതിജീവിതകളായ 9 പേരെക്കുറിച്ചും അവർക്ക് നീതി കിട്ടിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ സംവിധാനങ്ങളെല്ലാമുള്ള ഈ നാട്ടിലാണ് 15 വയസ്സുകാരി പലരാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം. ഈ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പ്രണയം എന്ന് പറയുന്ന ഒരു ചതി ഏതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായം, 15 വയസ്സ്. ഇതിൽ പ്രായപൂർത്തിയാകാത്തവരെന്ന് പറയുന്നത് ഈ കുട്ടിയുടെ സഹപാഠികളോ മറ്റോ ആണോ? അതായത് നേരത്തെ സൂചിപ്പിച്ച സൗഹൃദം അല്ലെങ്കിൽ പ്രണയം, അതിനെ മുതലെടുത്തുകൊണ്ടാണ് കുട്ടിയെ ഇങ്ങനെ ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് വിളിച്ചു വരുത്തുന്നത്. അവിടെ വെച്ച് കാണാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു. തുടർന്ന് ആ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഈ സുഹൃത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഈ കുട്ടിയുടെ ഒപ്പം പഠിക്കുന്ന ആളുകളല്ല ഈ പ്രായപൂർത്തിയാകാത്ത 2 പേരെന്നുള്ളത്. കുട്ടിക്ക് പരിചയമുള്ള ആൾ എന്നുള്ളത് ഈ സുഹൃത്ത് മാത്രമാണ്. അയാളെ വിശ്വസിച്ച് ചെന്ന പെൺകുട്ടിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ആദ്യത്തെ തവണ അനുഭവം ഉണ്ടായി, അതിനുശേഷം ദൃശ്യങ്ങൾ പകർത്തി, ആ ക്രൂരത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ദൃശ്യങ്ങൾ പകർത്തി കുട്ടിയെ പലതവണ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. വിവരം പുറത്തു പറഞ്ഞാൽ അത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ കുട്ടിയെ വല്ലാത്ത തരത്തിൽ ഒരു ട്രോമയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത്. കുട്ടിയുടെ സ്വഭാവത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസം കണ്ടിരുന്നത്. മാതാപിതാക്കൾ വിവരങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ കുട്ടി അപ്പോഴും പൂർണ്ണമായി അത് തുറന്നു പറയാൻ തയ്യാറായില്ല. തുടർന്നാണ് അടുത്തിടെ വീണ്ടും കുട്ടിയെ കൗൺസിലിങ്ങിനൊക്കെ വിധേയയാക്കിയതിനു ശേഷമാണ് ഈ പീഡന വിവരം പുറത്തറിയുന്നത്. ഏതായാലും 15 വയസ്സെന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. ഏതായാലും ഇവരെ കൈയോടെ പിടികൂടാനായി എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഈ മുഖ്യ സൂത്രധാരൻ അല്ലെങ്കിൽ കുട്ടിയെ വഞ്ചിച്ച ആ ഒരു സുഹൃത്തിന് വേണ്ടി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.